പണിയെടുത്ത് ചാടും. എന്നാ പിന്നെ കച്ചവടം കിട്ടുക. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചൻ്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, കുഴിക്ക് കുഴിക്ക്, പണിക്ക് സമയം കിട്ടില്ല. ഈ സാധനത്തില് കുറ്റവാദിക്കാൻ ഒരു സമയം കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഇന്ന് ഓർമ്മ വന്നില്ലേ? അയ്യോ, അറിഞ്ഞില്ലേ? ഓമനയുടെ വീട്ടിൽ പണിക്ക് പോയെന്ന്. ഓമനയുടെ വീട്ടിൽ പണിക്ക് പോയെങ്കിൽ ഓമന വരാതിരിക്കുന്നില്ല. അതല്ല ചേച്ചി, ഓമന തൊഴിലുകൊണ്ടിരുന്ന ഉൾക്കൈ ചക്കണ്ടല്ലോ, അത് ഇട്ടിട്ട് കക്കായ കുളിച്ചു പോയിരുന്നു. അവളെ കയ്യിൽ ചോരയായിരിക്കുന്നു. ഇതിപ്പോ 1-2 തവണയാണ്, 4 ദിവസമായി അവൾ വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാവരും വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാവരും നമ്മൾ സുധാകരന്റെ റേഷൻ കടയിൽ എത്തണം. അറിയില്ലേ? സുധാകരൻ ഓണക്കിറ്റ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്തുണക്കിട്ട് കൊടുക്കുന്നത്? ഉണക്കി കൊടുക്കുന്നൊന്നല്ല, സുധാകരൻ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടയില്ലാത്ത തെങ്ങിന്റെ ചുവടുകൾ വെച്ച് എന്റെ മാനം കളയരുത്. പിന്നെ രമണിയൊന്നും വന്നേ. എവിടെ ചെന്നാലും അടുക്ക ചുറ്റിപ്പറ്റിയുള്ള നിന്റെ നിൽക്കുണ്ടല്ലോ, അതിന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാറില്ല, ഏതൊക്കെ മീൻ ഉണ്ടാക്കുന്ന നടന്നാലും ഒന്നവിടെ പോയിരിക്കണം. ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, 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 ചേച്ചി. ഇന്നലെ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് വരുന്നത്. കാണുന്ന ഭാഗം അവിടെ പോയി എത്തിക്കാം. ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളമായിക്കോട്ടെ ചേച്ചി. എന്നാ ശരി. എന്നാലേ ഇച്ചിരി അച്ചാറ് കൂടി കലക്കിയെടുത്തു. അല്ല, നിങ്ങൾ തിന്നാനാണോ വന്നേ അതോ കാർ ഇട്ട് കളിക്കാനാണോ വന്നേ? എന്താണ് യൂസ് ചെയ്തത്? എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനങ്ങളെ. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാ ടാങ്ക് കളിക്കുന്നുണ്ടല്ലോ. അയ്യോ, ടാങ്ക് അത് ചെറിയ കാട്ടുന്നതാണ്. അയ്യോ, കഷ്ടം. ഓ, ഓമന ഇന്നും വന്നില്ല. എന്നാ പിന്നെ ആസം ഇട്ടേക്കാം. ഇത് പുതിയതാണോ? എന്ത്? ഈ കളർ. ഇത് പുതിയതാ. പുതിയ നമ്മൾ നോക്കിട്ടേ. ഇതേ 2 പവനാ. ആണോ? അതിന്റെ ഡിസൈൻ ഒന്ന് നോക്കിക്കേ. ഒരു ഡിസൈൻ അല്ലേ? നിങ്ങൾ എന്തായി കാണുന്നത്? പണിയെടുക്കാൻ പറ്റുന്നത്. വേഗം പോയി പണിയെടുത്തത്. ഇന്ന വെള്ളം. ചേച്ചി കൈക്കൊണ്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, തരാം. എന്നാ പിന്നെ പിക്കാസും കൂടെ ചേച്ചി ഒരു എന്തെങ്കിലും കൊണ്ടേ അല്ല, നിങ്ങളിവിടെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇത്രത്തേക്കും ഒന്ന് ക്ഷമിക്കണം. ഞാൻ വിവാദം ചോദിച്ചോട്ടെ, നിങ്ങളിൽ എന്തൊക്കെയുള്ളത്? കണ്ണാടി, പൗഡർ, ചാണ്ട്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പോലെ നടക്കാനാണോ വന്നത് അതോ കാർ എടുക്കാനാണോ വന്നത്? മര്യാദ പോയി പണിയെടുക്കും. ഇങ്ങനെയാണ് അയാൾ പോകുന്നത്. ഞാൻ നാളെ രാവിലെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തില്ല. അയ്യോ ചേച്ചി, എന്റെ പണി കളയുന്നത് അവരെ ഞാൻ നോക്കിക്കോ. എന്തായാലും നോക്കിയിരിക്കുന്നു. പോയി പണി കളയുന്നു. ഒരു ശരി. എന്ത്? നിങ്ങൾ എന്നെ ചോദിക്കാത്തെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അയ്യോ, ഇത് എവിടുന്നാ? ഇതേ ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. കണ്ടാലും 10,000-ന് പോയിട്ടുണ്ട് കേട്ടോ. അത് ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ഇപ്പം ചെയ്യില്ല. ചേച്ചി നീ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്തിനാ? ചോണം.
അയ്യോ ശരിയാ ചേച്ചി, വലിയ മലയിൽ ഇപ്പൊ കഴിക്കണ്ട. വലിയ മീൻ എന്താ എന്നായി? ആ അതുണ്ട്, ചെറിയ മീനാ, ചായ അറിയോ? ആ അതെ. എത്ര രൂപ കഴിച്ചു? 100 രൂപയ്ക്ക്. എത്ര രൂപ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരുണ്ടല്ലേ? ഞാൻ 100 രൂപ. അയ്യോടാ, അപ്പൊ ഒരുപാട് വെച്ച് കാണാനില്ലേ? എന്നാ നിങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ഇരുവാ. എന്തേ എന്നാ വെച്ച് മീൻ മേടിച്ചു മേടിക്കും? വാഴ വെട്ടിയിട്ട് കൈ വെച്ച് ചോറ് എടുത്ത് വീട്ടിൽ വന്നേ. എന്റെ മകൻ പറയുകയുള്ളൂ, ലേഡീസ് അവിടെ ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇവരെ കൊണ്ട് പണിയാണ്. അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ഇപ്പൊ പറയുണ്ടായി. അയ്യോ ചേച്ചി പ്ലീസ് ഒന്ന് ക്ഷമിക്കണം. ഞാൻ ചെയ്തില്ല. ഇത്തവണ കുറെ തവണയായി. അല്ല ചേച്ചി കുട്ടികളുണ്ടോ? ആ ഉണ്ട്. ഒരെണ്ണമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അയ്യോ പക്ഷെ കണ്ടു മുഖത്തൊരു ചുവന്ന പോലുമില്ല. ചർമ്മം വേണ്ട കാര്യം കഴിച്ചിട്ടോ. നിങ്ങളുടെ സുഖിപ്പിയൊക്കെ ആണ് നിങ്ങൾ ഏരിയസിൽ എടുത്തിട്ടാൽ മതി. എന്റെ അടുത്ത് വലിച്ചേക്കണ്ട. മര്യാദയ്ക്ക് കാട് വെട്ടി എന്താ പുതിയതാണോ? എന്ത് ചെരുപ്പ് അല്ല പഴയതാ. എന്നെ ശ്രദ്ധിച്ച് പണി എടുക്കാതിരിക്കാൻ നിങ്ങളാണ് എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുക്കും. 1 മണിക്കൂറിനകം ഈ ഏരിയ മുഴുവൻ കൊടുത്തായിരിക്കണം. ഞാൻ അപ്പഴേ പറയാം, ഇവിടെ നമ്മുടെ വായുന്ന ആൾക്കാരുണ്ട്. എഴുതുകൊണ്ട് ഈ എന്നെ എഴുതിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് അറിയില്ല. എഴുതാണ് പേര് പൊട്ടത്തിൽ പാമ്പുകളിൽ വെച്ചാൽ നമ്മുടെ പ്രവർത്തി കാര്യം നമ്മളില്ല. പാമ്പെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം പറയുന്നുണ്ട്. ഇവിടെ എടീ എടീ ആര് വക്കി കാൽ മുഖയ്ക്ക് മുഖയ്ക്ക് അയ്യോ എനിക്ക് പേടിയാ. ആരെങ്കിലും പോയി തല്ലി കൊല്ലല്ലേ? ചേച്ചി പോയി തല്ലിക്കൊണ്ടാ മതി. എനിക്ക് വയ്യാവുക എനിക്ക് കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും. ഏരിയസിന് പണി വേണ്ട. എന്നാലും നിങ്ങൾ കാമ്പ് കഴിച്ച ഞാൻ സമാധാനം വേണ്ടി വരും. ഞാൻ അപ്പുറത്ത് കാണും. ആമ്പ് പോയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഈ അമ്മയുടെ ബുദ്ധി നോക്കിക്കാൻ മാറിയോ? ശരിയാ. അടുത്ത വീട്ടിൽ പോയി വിജയമായി ചൂടണ്ടേ? ആ സഞ്ചിയാണോടി? എടി സഞ്ചിയിൽ തൊക്കെ തോന്നേ ഒന്ന് വിടണ്ട. ഇത് എന്റെ സഞ്ചിയാണ് കേട്ടോ, പുതിയതാ. ഞാൻ വിളിച്ചു എടി ഞാൻ പോയി നടുവ് നിർത്തിയിട്ട് വന്നേ. ശരി ശരി. നല്ല നടുവേദന. എടി നീ നല്ല കാണാത്ത ആളാണ്. ആ പറയാൻ എനിക്ക് എടി സാറേ. ഓ ഇത് നമ്മൾ വാസ്തുവിനെ എടുത്തില്ലായിരുന്നു. ആ എടുത്തു. അപ്പൊ ഇതല്ലേ നമ്മുടെ ക്ലാസ്സിൽ വന്നത്? ആ അല്ല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ അപ്പൊ ഇവരാ അത്